ഇറാനുമായി എന്തും സംഭവിക്കാം, യുദ്ധം പോലും. പേഴ്സൺ ഓഫ് ദ ഇയർ ആയി തിരഞ്ഞെടുക്കപ്പെട്ടതിനു ശേഷം അമേരിക്കയുടെ നിയുക്ത പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് അടുത്തിടെ ടൈം മാഗസിന് നൽകിയ അഭിമുഖത്തിലാണ് ഇങ്ങനെ പറഞ്ഞത്. 65 മിനിറ്റ് നീണ്ട സംഭാഷണത്തിൽ സമ്പദ് വ്യവസ്ഥ, കുടിയേറ്റ പ്രതിസന്ധി, റഷ്യ ഉക്രൈൻ യുദ്ധം, ഇറാനുമായുള്ള സംഘർഷം തുടങ്ങി വിവിധ വിഷയങ്ങൾ ട്രംപ് സംസാരിച്ചു. ഇറാനുമായി നേരിട്ടുള്ള യുദ്ധത്തിന്റെ സാധ്യതയെക്കുറിച്ച് ചോദിച്ചപ്പോൾ എന്തും സംഭവിക്കാമെന്നായിരുന്നു ട്രംപിന്റെ മറുപടി. ഇറാനെതിരായ എല്ലാ സാധ്യതകളും നിലവിലുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. ഇറാൻ ആണവായുധങ്ങൾ വികസിപ്പിക്കുന്നത് തടയാൻ ട്രംപ് വിവിധ മാർഗങ്ങൾ പരിഗണിക്കുന്നതായി വാൾസ്ട്രീറ്റ് ജേണൽ റിപ്പോർട്ട് പുറത്തുവന്നിരുന്നു. പിന്നാലെയാണ് ട്രംപിന്റെ പരാമർശം. ഇറാന്റെ യുറേനിയം സമ്പുഷ്ടീകരണ പ്ലാന്റുകളിൽ നേരിട്ടുള്ള വ്യോമാക്രമണം സാധ്യമാണെന്നാണ് ട്രംപ് അവകാശപ്പെടുന്നത്. ഇറാനുമായുള്ള ട്രംപിന്റെ ബന്ധം സങ്കീർണമാണ്. പ്രത്യേകിച്ചും 2020 ശേഷമാണ് ഇറാനും അമേരിക്കയും തമ്മിലുള്ള ബന്ധം കൂടുതൽ വഷളായത്. അതിനുശേഷം ഈ വർഷത്തെ തിരഞ്ഞെടുപ്പിലുൾപ്പെടെ നിരവധി തവണ ഇറാൻ തന്നെ വധിക്കാൻ ശ്രമിച്ചതായി ട്രംപ് ആരോപിച്ചു. 2 കൊലപാതക ശ്രമങ്ങൾ നടന്നിട്ടുണ്ട്. അവയിൽ ഇറാനും ഉൾപ്പെട്ടേക്കാം. അമേരിക്കയും ഇറാനും തമ്മിലുള്ള സംഘർഷം രൂക്ഷമായിരിക്കുന്നു. പ്രത്യേകിച്ച് ഇറാൻ ഇസ്രായേലിനെതിരെ 2 മിസൈൽ ആക്രമണങ്ങൾ നടത്തിയതിനു ശേഷം, ട്രംപ് അഭിമുഖത്തിൽ പറയുന്നു. സിറിയയിലെ ബാഷർ അൽ അസാദ് ഭരണകൂടത്തിന്റെ പതനത്തോടെ പ്രാദേശിക യുദ്ധം ആളിക്കത്തിക്കാൻ അമേരിക്ക ശ്രമിക്കുന്നതായി ഇറാൻ കുറ്റപ്പെടുത്തിയിരുന്നു. സിറിയയിലെ സംഭവങ്ങൾ അമേരിക്കയും സയനിസ്റ്റുകളും തമ്മിലുള്ള സംയുക്ത പദ്ധതിയുടെ ഫലമാണെന്നാണ് ഇറാൻ ആരോപിച്ചത്. അമേരിക്കയുടെ പ്രവർത്തനങ്ങൾ ശക്തമാക്കില്ലെന്നും പ്രതിരോധത്തിലൂടെ മേഖലയിൽ നിന്ന് പുറത്താക്കുമെന്നും ഇറാൻ മുന്നറിയിപ്പ് നൽകിയിരുന്നു. അതിനിടെ തുർക്കിക്ക് അമേരിക്ക യുദ്ധവിമാനങ്ങൾ നൽകുന്നതായി റിപ്പോർട്ട്. അസദിനെ പുറത്താക്കിയതിൽ അമേരിക്കയ്ക്ക് തുർക്കിയോട് കടപ്പാടുണ്ട്. ഇതോടെയാണ് ആയുധം നൽകുന്നതിലെ കടുംപിടുത്തം അമേരിക്ക ഉപേക്ഷിക്കുന്നത് എന്നാണ് വിലയിരുത്തൽ. F-35 സ്റ്റെൽത്ത് ഫൈറ്റർ ജെറ്റുകൾ അമേരിക്ക തുർക്കിക്ക് നൽകുമെന്നാണ് റിപ്പോർട്ട്. തുർക്കി പ്രതിരോധ മന്ത്രി ഇക്കാര്യം സ്ഥിരീകരിച്ചിട്ടുമുണ്ട്. 40 F-35 ജെറ്റുകൾ വാങ്ങാമെന്ന പ്രതീക്ഷയിലാണ് തുർക്കി. അതിനിടെ ഇസ്രായേലിന് ശക്തമായ താക്കീതുമായി തുർക്കി രംഗത്ത് വന്നിട്ടുണ്ട്. സിറിയയിലെ അധിനിവേശം ഉടൻ അവസാനിപ്പിക്കണമെന്നാണ് എർദഗോൻ ആവശ്യപ്പെട്ടിരിക്കുന്നത്. സിറിയയുടെ സൈനിക ശേഷി ദുർബലപ്പെടുത്തുകയാണ് ഇസ്രായേൽ ആക്രമണത്തിന്റെ ലക്ഷ്യം. കഴിഞ്ഞ ദിവസങ്ങളിൽ 500-ലേറെ ആക്രമണങ്ങളാണ് ഇസ്രായേൽ നടത്തിയത്. പ്രകോപന നടപടികൾ ഉപേക്ഷിച്ചില്ലെങ്കിൽ ഗുരുതര പ്രത്യാഘാതമുണ്ടാകുമെന്നാണ് ഇസ്രായേലിന് തുർക്കിയുടെ മുന്നറിയിപ്പ്.